ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉപയോഗിച്ചോ എഗ്ഗ് ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസും പിന്നെ കുറച്ച് എഗ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം ഞാനിതിന് ഫ്രോസൺ വെജിറ്റബിൾസാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് ഞാനിത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ര എടുക്കുക. എന്നിട്ട് കഴുകിയ ശേഷം വെറും ഉപ്പും കുറച്ച് ഓയിലും മാത്രം ഒഴിച്ചിട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിങ്ങനെ ഒടിയുന്ന പാകത്തിന് എടുത്തിട്ട് വേവിച്ചിട്ട് ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. നന്നായിട്ടൊന്ന് ചൂട് മാറി ഒന്ന് തണുപ്പായി കിട്ടണം. ഇത് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്രോസൺ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് വെച്ച് എടുത്തു കൊടുക്കുക കേട്ടോ. ഏത് വെജിറ്റബിൾസാണ് നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറേ നേരം കുക്കായി പോകുന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ഞാനിതാ 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചില്ലിയാക്കി എടുക്കണം. അപ്പോൾ ഇത് സെൻറ്റർ ഭാഗത്ത് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടട്ടെ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം എഗ്ഗ് മാത്രം ചില്ലിയാക്കി വേറെ സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എഗ്ഗ് ചില്ലിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റൈസിൻ്റെ കളറ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം സോയ സോസ് ചിലപ്പം ചിലർ വാങ്ങിക്കുന്ന ഡാർക്ക് ആയിരിക്കും, ചിലർ വാങ്ങിക്കുന്ന ലൈറ്റ് ആയിരിക്കും. പിന്നെ ചിലരുടെ വിനീഗർ കൂടുതലുള്ളതുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തത് ഡാർക്ക് സോയയാണ്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ റൈസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ റെഡ് ഹോട്ട് സോസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ട് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കുക, കുഴപ്പമില്ല. അതിന് പകരമായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സോസിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം കേട്ടോ ഞാൻ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസും റൈസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് നോക്കിയിട്ട് ഈ കെച്ചപ്പും അതുപോലെ സോസൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഫ്രൈഡ് റൈസ് ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഉടഞ്ഞു പോവരുത്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നമ്മൾ അധികം ഷാർപ്പല്ലാത്ത ഒരു ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ നല്ല ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ചോറ് നന്നായിട്ട് ചൂട് പിടിക്കും വേണം. അതോടൊപ്പം തന്നെ ഇത് പെട്ടെന്നൊന്ന് റൈസ് ഒന്ന് നല്ല കുക്കായി വരും വേണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ സോസ് പോരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പും വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിന്. അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം പാകത്തിനാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന സോസിൽ നല്ല ഉപ്പുണ്ടായിരുന്നു, സോയാ സോസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റൈസിലേക്കുള്ള ഉപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ ഈ കോരിന്ന് ഇളക്കി മാറ്റുമ്പോൾ ഇതിൽ ചോറൊന്നും പറ്റി പിടിക്കാതെ കിട്ടും. കണ്ടോ, ചോറൊക്കെ ഇളകി വീഴുന്ന കണ്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നുകൊണ്ടാണ്. അപ്പോൾ അതിനാണുള്ള ഒരു ടിപ്സാണ്, ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചോറ് നന്നായി തണുത്ത ശേഷം മാത്രം ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ചൂട് പിടിച്ച ശേഷം ആവി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണിത്.
അപ്പോൾ ഇതിൻ്റെ സോസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് സോയ സോസും അതിൽ കുറച്ച് വിനാഗിരിയും കുറച്ച് പച്ചമുളകും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷും കൂട്ടി കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.